സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം പദ്ധതി കൊട്ടാരക്കരയിൽ. കേരളത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനും സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ മെച്ചപ്പെടുത്താനും വർക്ക് നിയർ ഹോം പദ്ധതിയിലൂടെ കഴിയുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. വൈജ്ഞാനിക തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്ക് വീടിനടുത്ത് തൊഴിലെടുക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനായി സർക്കാർ ആരംഭിക്കുന്ന വർക്ക് നിയർ ഹോം പദ്ധതിയുടെ സംസ്ഥാനതല നിർമ്മാണോദ്ഘാടനം കൊട്ടാരക്കര BSNL കെട്ടിടത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന പരിമിതിയെ മറികടക്കാൻ വർക്ക് നിയർ ഹോം സംവിധാനത്തിലൂടെ സാധിക്കും. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ അടക്കമുള്ള സംരംഭങ്ങൾക്കും വിദൂരമായി ഇരുന്ന് ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിന് വർക്ക് സ്പേസ് ശൃംഖല സ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ഇന്നത്തെ ആധുനിക സമ്പ്രദായത്തിൽ ലോകത്തെ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന തരത്തിലേക്ക് ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഏത് സ്ഥലവും ഇന്ത്യയിലെ മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ചോ ലോകത്തെ മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ചോ വ്യത്യാസമുണ്ട്. ലോകത്തെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പ്രമുഖമായ മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ കിട്ടുന്ന അതേ സൗകര്യം അവിടുത്തെ ഗ്രാമപ്രദേശത്ത് കിട്ടില്ല. പക്ഷെ കേരളത്തിൽ ന്യൂയോർക്കിൽ കിട്ടുന്ന അതേ സൗകര്യങ്ങൾ നമ്മുടെ ഉൾപ്രദേശത്തെ ഒരു ജില്ലയിലെ ഉൾഗ്രാമത്തിലെ കടകളിൽ കിട്ടും. അവിടെ സാധനം വാങ്ങുന്ന ശീലമുണ്ട്. ആ ശീലം അന്തർദേശീയമായ ബന്ധം അവർക്കുള്ളത് കൊണ്ടാണ് അവർക്ക് ഈ ശീലങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ അവരുടെ ജീവിത നിലവാരത്തിൽ വ്യത്യാസമുണ്ട്. വിദ്യാഭ്യാസത്തിൽ നല്ല പുരോഗതിയുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇൻ്റർനെറ്റ് ആയാലും റോഡ് കണക്ടിവിറ്റി ആയാലും യാത്രാ സൗകര്യങ്ങളായാലും നമുക്ക് ധാരാളമുണ്ട്. ഇന്ത്യയിൽ ഇത്രയും ശരാശരി എയർപോർട്ടുകളുള്ള ഒരു പ്രദേശമില്ല. ലോകത്ത് തന്നെ ഇങ്ങനെ ശരാശരി എയർപോർട്ടുകൾ ലോകത്തെ വലിയ രാജ്യങ്ങളിൽ പോലും ആ രാജ്യങ്ങളുടെ പ്രധാന തലസ്ഥാനത്തല്ലാതെ 100 കിലോമീറ്റർ അപ്പുറത്ത് ഓരോ എയർപോർട്ടുകളില്ല. ആ എയർപോർട്ടുകൾ അങ്ങനെ ഉണ്ടാവുന്നത് യാത്ര ചെയ്യാൻ ആളുകളുള്ളത് കൊണ്ടാണ്. വിദേശത്തേക്കും സ്വദേശത്തേക്കും ധാരാളം ആളുകൾ യാത്ര ചെയ്യാനുള്ളത് കൊണ്ടാണ് വിമാനത്താവളങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ വിമാനത്താവളവും മറ്റ് സൗകര്യവും വരില്ല. വന്ദേ ഭാരത് ട്രെയിൻ വന്നതിൽ കേരളത്തിൽ ഓടുന്ന ഒരു ട്രെയിനിന് 200% അതിൻ്റെ സീറ്റിൻ്റെ യൂട്ടിലൈസേഷൻ. മറ്റൊരു ട്രെയിനിന് 140% എന്ന് പറഞ്ഞാൽ മംഗലാപുരം പോകുന്ന ട്രെയിനിന് 100 സീറ്റാണുള്ളതെങ്കിൽ ഇറങ്ങി കയറുന്നതും കൂടെ ചേർത്തിട്ടാണ് അവർ സീറ്റിൻ്റെ യൂട്ടിലിറ്റി കണക്കാക്കുക. 200 പേര് യാത്ര ചെയ്യും. എറണാകുളത്ത് ഇറങ്ങും, കോഴിക്കോട് ഇറങ്ങും, പിന്നെ അവിടെ നിന്ന് ആൾ കയറും. അങ്ങനെ വരുമ്പം 200% യൂട്ടിലിറ്റി. കോവർക്കിംഗ് സംസ്കാരം വളർത്താനും പദ്ധതി സഹായിക്കുന്നതോടൊപ്പം നിലവിൽ 220 പേർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്ന വർക്ക് സ്റ്റേഷനാണ് സ്ഥാപിക്കുക. ഇതിനകം കൊട്ടാരക്കരയിൽ IHRD കോളേജിൽ R&D കേന്ദ്രം ആരംഭിച്ചു. 50,000 സ്ക്വയർ ഫീറ്റുള്ള IT പാർക്കിനുള്ള അനുവാദമായി. 1 വർഷത്തിൽ 500 പേർക്കും 5 വർഷത്തിൽ ചുരുങ്ങിയത് 5000 പേർക്ക് ജോലി ചെയ്യാവുന്ന കേന്ദ്രമായി കൊട്ടാരക്കര മാറ്റാനാകും. രാമനാട്ടുകരയിലും കളമശ്ശേരിയിലും വർക്ക് നിയർ ഹോം സംവിധാനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. ഇതിന് കൊട്ടാരക്കര മികച്ച മാതൃകയാകും. കൊല്ലത്തെ പ്രധാന IT പാർക്ക് അനുബന്ധ മേഖല ആരംഭിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞതായും മന്ത്രി വ്യക്തമാക്കി. സ്റ്റാർട്ടപ്പുകൾ, ഫ്രീലാൻസ് തൊഴിലേർപ്പെടുന്നവർ, ജീവനക്കാർക്ക് വിദൂരമായി ജോലി ചെയ്യാനുള്ള സൗകര്യം നൽകാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾ, സ്വന്തമായി ചെറു സംരംഭങ്ങൾ നടത്തുന്നവർ തുടങ്ങിയവർക്ക് സൗകര്യപ്രദമായും സുഖകരമായും ജോലിയിൽ ഏർപ്പെടാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർക്ക് നിയർ ഹോം പദ്ധതിയിൽ ലഭ്യമാക്കും. ആവശ്യമെങ്കിൽ തൊഴിൽ വിപണിയിലെ ആവശ്യങ്ങൾക്ക് അനുസൃതമായി നൈപുണ്യ പരിശീലനത്തിനുള്ള സൗകര്യവും ലഭ്യമാക്കാൻ ശ്രമിക്കും. കിഫ്ബി സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ SR രമേശ് അധ്യക്ഷനായി. വർക്ക് നിയർ ഹോം വെബ്സൈറ്റ് പ്രകാശനം ജില്ലാ കളക്ടർ N ദേവിദാസ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, കൊട്ടാരക്കര നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വനജ രാജീവ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A അഭിലാഷ്, ടെക്ജൻഷ്യ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് CEO ജോയി സെബാസ്റ്റ്യൻ, ഏണസ്റ്റ് ആൻഡ് യങ് ഡയറക്ടർ റിച്ചാർഡ് ആന്റണി, KDISC എക്സിക്യൂട്ടീവ് ഡയറക്ടർ PM റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു.